നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളോളമായി നിർധനരായ 100-ൽ പരം കുടുംബങ്ങൾക്ക് ആശ്വാസമായി പുണ്യ റമദാനിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്ന അൻവർ ഫൈസി പാതായ്ക്കര സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നു. ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം നിർവഹിച്ചു. വർഷങ്ങളായി പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധനരായ കുടുംബങ്ങൾക്ക് ഏറെ താങ്ങും തണലുമാണ് അൻവർ ഫൈസി പാതാക്കര എന്ന ഈ സൗഹൃദ കൂട്ടായ്മ. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ അൻവർ ഫൈസി പാതാക്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും റമദാനിൽ നിർധർക്ക് നൽകാറുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ വർഷവും സംഘടിപ്പിച്ചു. 600ഓളം നിർധന കുടുംബങ്ങൾക്കാണ് അൻവർ ഫൈസി പാതാക്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലയിലും ജില്ലയ്ക്കു പുറത്തുമായി ഭക്ഷ്യക്കിറ്റ് നൽകിയത്. കിറ്റ് വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം നിർവഹിച്ചു. നമുക്ക് അന്നത്തെ കാലം ഓർമ്മയുണ്ട്. ഞാനിവിടെ എംഎൽഎ ആയി ആദ്യമായി വരുന്ന സമയമാണ്. നമ്മളൊക്കെ കോവിഡിൻ്റെ പിടിയിലായിരുന്നു. അന്ന് ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന സ്വന്തം ഭർത്താവിനെ അവനവൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ പോലും പേടിയാണ്. അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട്ടിൽ നിൽക്കാൻ കഴിയാതെ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കാലത്ത് യാതൊരു ഭീതിയുമില്ലാതെ പോയൊരു മനുഷ്യരിൽ ഒരാളാണ് അൻവർ ഫൈസി എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. വിശുദ്ധ ഖുർആൻ്റെ ഒരു വാക്യമാണ്, അൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. നന്മയ്ക്കു പകരം നന്മ മാത്രമേ ഉള്ളൂ. അള്ളാഹു ആ നന്മ തീർച്ചയായിട്ടും ഫൈസിക്ക് കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. വർഷങ്ങളായി പല പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലെ പ്രമുഖരും ഡോക്ടർമാരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഇതുപോലെ സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകാനാകുന്നതെന്ന് അൻവർ ഫൈസി പാതാക്കര വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. വലിയതായ ഒരു പ്രവർത്തനമാണ് ഈ കൂട്ടായ്മയിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 കിറ്റിലൂടെ തുടക്കം കുറിച്ച ഈ കൂട്ടായ്മ ഇന്ന് 600ഓളം കുടുംബങ്ങളിലേക്ക് കിറ്റ് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ കൂട്ടായ്മയിലൂടെ പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാധന സഹായങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ സഹായങ്ങൾ, മയ്യത്ത് പരിപാലനം. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി നാടും നഗരവും വിറങ്ങലടിക്കുന്ന സമയത്ത് 1000ഓളം കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആളുകൾക്കുള്ള അവസാന ആ യാത്രയയപ്പ് നടത്താൻ വേണ്ടി ഈ കൂട്ടായ്മയിലൂടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കൂട്ടായ്മയിലൂടെ സ്ത്രീ വളണ്ടിയർമാർ, പ്രത്യേകം പരിശീലനം ലഭിച്ച സ്ത്രീ വളണ്ടിയർമാർ ഏത് സമയത്ത് വിളിച്ചാലും മയ്യത്ത് പരിപാലനത്തിന് പ്രത്യേകം അവർ റെഡിയായി നിൽക്കുന്ന ഒരു അവസരവും ഈ കൂട്ടായ്മയിലൂടെയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. കോവിഡ് മഹാമാരി കാലത്ത് നിരവധി മയ്യത്തുകൾ കുളിപ്പിക്കാനും കബറടക്കാനും അൻവർ ഫൈസി പാതാക്കര കൂട്ടായ്മ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരുന്നു. കൂടാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ സഹായങ്ങൾ, രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയവയും അൻവർ ഫൈസി പാതാക്കര എന്ന കൂട്ടായ്മയുടെ കീഴിൽ നടന്നുവരുന്നുണ്ട്. മരണവാർത്തകൾ സോഷ്യൽ മീഡിയകളിലൂടെ ലോകത്തെ അറിയിക്കുന്ന താമരത്ത് ഹംസുവിനെ എംഎൽഎ നജീബ് കാന്തപുരം ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്ത്രീകളുടെ മയ്യത്ത് പരിപാലനത്തിനും ക്ലാസുകൾക്കും നേതൃത്വം നൽകുന്ന ടീച്ചർ ഷബ്ന ജാസ്മിനെയും അങ്ങാടിപ്പുറം പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷബീർ മാഞ്ഞാമ്പ്രയും ആദരിച്ചു. പെരിന്തൽമണ്ണ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, യൂട്യൂബ് താരം ഷുക്കൂർ പെരിന്തൽമണ്ണ, സെമീർ ഫൈസി ഒടമല, കുറ്റീരി മാനുപ്പ, മുജീബ് OP, ഫൈസൽ പാതാക്കര, സൽമാൻ ഫൈസി, ഇബ്രാഹിം ഫൈസി, സഹദ് താനൂർ, നഗരസഭാ കൗൺസിലർ നിഷ സുബൈർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.